ഹലോ ഗായ്സ്, ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ +1 സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഹൈബ്രിഡൈസേഷനാണ്. ഹൈബ്രിഡൈസേഷൻ എങ്ങനെ നടക്കുന്നു, എന്താണ് ഹൈബ്രിഡൈസേഷൻ, എങ്ങനെയൊക്കെയാണ് മോളിക്യൂൾസ് ഹൈബ്രിഡൈസ്ഡ് ആവുന്നത്, മാത്രമല്ല ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് +1 എക്സാമിന് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നെല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ട്യൂട്ടേഴ്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഹൈബ്രിഡൈസേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഹൈബ്രിഡൈസേഷൻ, എന്താണ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ന് നോക്കാം. BSc നിങ്ങൾ പഠിച്ചതാണല്ലേ, എങ്ങനെയൊക്കെയാണ് മോളിക്യൂളിനകത്ത് ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഘട്ടമായിട്ട് വരുന്ന ഹൈബ്രിഡൈസേഷൻ നോക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ആണ്. ഓർബിറ്റലുകൾ എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത് നോക്കാം. ഓർബിറ്റൽ നിങ്ങൾക്കറിയാം, നമ്മൾ S ഓർബിറ്റൽ പഠിച്ചിട്ടുണ്ട്, P ഓർബിറ്റൽ പഠിച്ചിട്ടുണ്ട്, D ഓർബിറ്റൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ S ഓർബിറ്റലിൻ്റെയും P ഓർബിറ്റലിൻ്റെയും ഓവർലാപ്പിംഗ് എങ്ങനെ നടക്കുന്നു എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, S ഓർബിറ്റലാണല്ലേ, 2 S ഓർബിറ്റലുണ്ട്. S ഓർബിറ്റൽ സ്ഫെറിക്കൽ ഷേപ്പിലാണെന്ന് നിങ്ങൾക്കറിയാം, P ഓർബിറ്റൽ ഡംബൽ ഷേപ്പിലാണെന്നറിയാം, D ഓർബിറ്റൽ ഡബിൾ ഡംബൽ ആണെന്നറിയാം. അപ്പോൾ S ഓർബിറ്റൽ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള S ഓർബിറ്റലുകൾ 2 S ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഹിയർ ദ ഓവർലാപ്പിംഗ് ഓഫ് 2 half-filled S orbitals take place along the internuclear axis. അപ്പോൾ ഇന്റർന്യൂക്ലിയർ ആക്സിസിലൂടെയാണ് അല്ലേ, ആ ഓർബിറ്റലുകളുടെ ആക്സിസിലൂടെയാണ് ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, S ഓർബിറ്റൽ 2 S ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ ആലോചിക്കണം. 2 ഓർബിറ്റൽ ഒരു ഫുൾ ഫിൽഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ, അവർ ഓൾറെഡി ഫിൽഡ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുകൾ അല്ലെങ്കിൽ MD ആയിട്ടുള്ള ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഇലക്ട്രോണിനെ കൊടുക്കാനില്ല. സോ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുകളാണ് ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കാറുള്ളത്. S ഓർബിറ്റലും S ഓർബിറ്റലും 2 S ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു SS ഓവർലാപ്പ് ഉണ്ടായി. ഇവിടെ അതേ സമയത്ത് P ഓർബിറ്റലാണെങ്കിലോ, P ഓർബിറ്റൽ ഡംബൽ ഷേപ്പാണെന്ന് നമുക്കറിയാം. നിങ്ങളിവിടെ കാണുന്ന പോലെ S ഓർബിറ്റലും ഒരു P ഓർബിറ്റലും കൂടെ ആക്സിയലായിട്ട് ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ ഓവർലാപ്പ് ചെയ്തിട്ട് SP ഓവർലാപ്പിംഗ് ഉണ്ടായി. അതേപോലെ PP ഓവർലാപ്പിംഗ്, 2 P ഓർബിറ്റലുകൾ ആക്സിസിലൂടെ ഇന്റർന്യൂക്ലിയർ ആക്സിസിലൂടെ ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടായി, P ഓർബിറ്റൽ അല്ലെങ്കിൽ PP ഓവർലാപ്പിംഗ് ഉണ്ടായി. അപ്പോൾ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ 2 ഓർബിറ്റൽ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നല്ലേ, ആ ഓർബിറ്റലുകൾ ഹാഫ് ഫിൽഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ഇനി ഈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് പഠിച്ച് ആ ഒരു കാര്യങ്ങളോട് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഹൈബ്രിഡൈസേഷനിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ? The process of intermixing atomic orbitals having slightly different energies to form new orbitals having equivalent energy and identical shape. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ അതിനകത്തുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ നമ്മുടെ അല്ലേ? അപ്പം പ്രോസസ് ഓഫ് ഇൻ്റർമിക്സിംഗ് ആണ്. പ്രോസസ് ഓഫ് ഇൻ്റർമിക്സിങ്, അറ്റോമിക് ഓർബിറ്റുകൾ തമ്മിൽ മിക്സ് ചെയ്യുകയാണ്, ഇൻ്റർമിക്സിങ് നടക്കുകയാണ്. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റലുകളുടെ പ്രത്യേകത എന്താണ്? ദേ ആർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഇൻ എനർജീസ്. അവർ കുറച്ച് വ്യത്യസ്ത എനർജിയുള്ള ഓർബിറ്റലായിരിക്കും. ഒരുപാട് വ്യത്യസ്ത എനർജിയുള്ള ഓർബിറ്റൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്, ഏകദേശം എനർജിയിൽ വലിയ വ്യത്യാസങ്ങളില്ല, എന്നാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെയുള്ള ഓർബിറ്റലുകൾ തമ്മിൽ മിക്സ് ചെയ്തിട്ട് പുതിയ ഓർബിറ്റൽ ഉണ്ടാവുകയാണ് അല്ലേ, ഫോം ന്യൂ ഓർബിറ്റൽസ്. ആ പുതുതായിട്ടുണ്ടാകുന്ന ഓർബിറ്റലിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഹാവിങ് ഇക്വലൻ്റ് എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഷേപ്പ്. ആ പുതിയ ഓർബിറ്റലുകൾക്ക് ഇക്വലൻ്റ് എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഷേപ്പ്, ഒരേപോലത്തെ എനർജിയും ഒരേപോലത്തെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഷേപ്പുള്ള പുതിയ ഓർബിറ്റൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സോ ഹൈബ്രിഡൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് അറ്റോമിക് ഓർബിറ്റൽസ് ഹാവിങ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ് ടു ഫോം ന്യൂ ഓർബിറ്റൽസ് ഹാവിങ് ഇക്വലൻ്റ് എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഷേപ്പ് അല്ലേ. കുറച്ച് വ്യത്യസ്ത എനർജിയുള്ള ഓർബിറ്റലുകൾ മിക്സ് ചെയ്തിട്ട് ഒരേപോലത്തെ എനർജിയും ഒരേ ഐഡൻറ്റിക്കലായുള്ള ഷേപ്പുമുള്ള പുതിയ ഓർബിറ്റലുകൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഹൈബ്രിഡൈസേഷൻ. അപ്പം ഈ പുതുതായി ഉണ്ടാകുന്ന ഓർബിറ്റലുകളെ നമ്മൾ എന്ത് പറയും? ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് വിളിക്കും. ഓക്കെ,
ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ നടക്കണമെങ്കിൽ ആ ഹൈബ്രിഡൈസേഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടോ, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. ഹൈബ്രിഡൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. വ്യക്തമായിട്ട് പഠിച്ചു കൊള്ളണം. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്താണ്, ആദ്യത്തെ പോയിന്റ് എന്താണ് പറയുന്നത്, ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ. അപ്പം ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്, അതായത് രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്താൽ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാവും അല്ലേ. നമ്മൾ പണ്ട് ഒന്നും കുറച്ച് വലിയ ഒന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഏതെങ്കിലും ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു അറ്റോമിക് ഓർബിറ്റൽ പ്ലസ് ഒരു അറ്റോമിക് ഓർബിറ്റൽ ഗീവ്സ് ടു ഹൈബ്രിഡ് ഓർബിറ്റൽസ്. വിശദമായിട്ട് നമുക്ക് അടുത്തടുത്ത സ്ലൈഡുകളിൽ കാര്യങ്ങൾ പറയാം, അടുത്തടുത്ത കാര്യങ്ങൾക്ക് പറയാം. എന്തായാലും ഫസ്റ്റ് പറയുന്ന അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇതാണ്. എന്താണ് പറയുന്നത്, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ. എത്ര ഓർബിറ്റലുകൾ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നോ അത്രയും തന്നെ പുതിയ ഓർബിറ്റൽ ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഓൾവേസ് ഇക്വലന്റ് ഇൻ എനർജി ആൻഡ് ഐഡന്റിക്കൽ ഇൻ ഷേപ്പ്. അപ്പോൾ അതാണ് മെയിൻ കാര്യമാണല്ലേ. ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് എപ്പോഴും ഇക്വലന്റ് ഇൻ എനർജി, ഇക്വലന്റ് ആണ്, ഒരേപോലെയുള്ള എനർജിയും ഐഡന്റിക്കൽ ഇൻ ഷേപ്പ്, ഒരേ ഷേപ്പും ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ മോർ എഫക്റ്റീവ് ഇൻ ഫോമിങ് സ്റ്റേബിൾ ബോൺസ് ദാൻ പ്യുവർ അറ്റോമിക് ഓർബിറ്റൽസ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ബെറ്ററായുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ചെയ്യുന്നതല്ലേ. ഇവിടെ അത് തന്നെയാണ്. ഹൈബ്രിഡൈസേഷൻ എന്തിനാണ് നടക്കുന്നത്, നമുക്ക് ബെറ്ററായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ബോണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ സാധാരണ പ്യുവറായിട്ടുള്ള അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ ബെറ്ററായിട്ടുള്ള ബോണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ത്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഡയറക്റ്റഡ് ടു സം ഫിക്സഡ് പൊസിഷൻസ് ഇൻ സ്പേസ് സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഗീവ്സ് ദ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ. പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലേ. അതായത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തല്ലേ, ഇപ്പം ഒന്നോ രണ്ടോ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തത്, കാരണം അറ്റ്ലീസ്റ്റ് രണ്ട് ഓർബിറ്റിലെങ്കിലും വേണം എന്തിന്, മിക്സിങ് നടക്കാൻ വേണ്ടി. അപ്പോൾ രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് എപ്പോഴും എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഫിക്സഡ് പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നിർത്തും അല്ലേ. അങ്ങനെയാണ് ആ മോളിക്യൂളിൻ്റെ ഷേപ്പ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. വിശദമായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് 4 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുന്നത് വിശ്വസിക്കുകയാണ്. എന്താണ് പറയുന്നത്, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഓൾവേസ് ഈക്വൽ ഇൻ എനർജി ആൻഡ് ഐഡന്റിക്കൽ ഇൻ ഷേപ്പ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ മോർ ഇഫക്റ്റീവ് ഇൻ ഫോമിംഗ് സ്റ്റേബിൾ ബോൺസ് ദാൻ ദ പ്യുവർ അറ്റോമിക് ഓർബിറ്റൽസ്. നാലാമത്തെ ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ് പറയുന്നത്, hybrid orbitals are directed to some fixed positions in space so that type of hybridization gives the shape of the molecule. ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യുന്നു വിശ്വസിക്കുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞല്ലേ, അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഇനി എങ്ങനെ ഹൈബ്രിഡൈസേഷൻ നടക്കും, എല്ലാത്തിനും ഒരു കണ്ടീഷൻ ഉണ്ടല്ലേ, എല്ലാത്തിനും ചില കണ്ടീഷൻസ് വേണം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നടക്കാൻ വേണ്ടിയും എന്തുണ്ട്, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ കണ്ടോ, ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം ആർ ഹൈബ്രിഡൈസ്ഡ് അല്ലേ. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ മാത്രമേ ഹൈബ്രിഡൈസേഷൻ, അല്ലെങ്കിൽ വാലൻസ് ഷെല്ല് ഓർബിറ്റലുകൾ മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കൂ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കതിനെ ഒന്ന് പറയാൻ പറ്റുന്നത്, നമുക്ക് കാർബണിനെ തന്നെ എടുക്കാം. നമ്മുടെ ഒരു പ്രിയപ്പെട്ട എലമെൻ്റ് അല്ലേ കാർബൺ. കാർബൺ നോക്കി, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 6 ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, 1s2 2s2 2p2. അപ്പോൾ 2 ആണല്ലേ രണ്ടാമത്തെ ഷെല്ലാണ്. ഇതാണ് വാലൻസ് ഷെൽ എന്ന് വെച്ചാൽ 2 ആണ് വാലൻസ് ഷെൽ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആയിട്ടുള്ള വാലൻസ് ഷെൽ, 2 നമ്പർ 2 ആയിട്ടുള്ള n=2 ആയിട്ടുള്ള സെക്കൻഡ് ഷെല്ലാണ് ഇവിടെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ വാലൻസ് ഷെല്ലിലുള്ള എസ് ഓർബിറ്റലും വാലൻസ് ഷെല്ലിലുള്ള പി ഓർബിറ്റലും മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഈ 1s ഇലക്ട്രോണിനെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അത് നടക്കില്ല.
ഓക്കെ, അപ്പം ഈ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റലുകളാണ് എവിടെ പങ്കെടുക്കുന്നത്? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. ഈ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഓർബിറ്റൽസ് അണ്ടർഗോയിങ് ഹൈബ്രിഡൈസേഷൻ ഷുഡ് ഹാവ് ഓൾമോസ്റ്റ് ഈക്വൽ എനർജി. ഞാൻ നേരത്തെ പറഞ്ഞതാ, സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജി പാടുള്ളൂ. അങ്ങനെ ദൂരെയുള്ള അല്ലെങ്കിൽ ഇപ്പം ഒരു 1s ഇലക്ട്രോണും അങ്ങ് 3p അല്ലെങ്കിൽ 4p ഇലക്ട്രോണും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടക്കില്ല. കാരണം എനർജി ഭയങ്കര വ്യത്യാസമാണല്ലേ. മിക്സ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? കുറച്ചൊക്കെ അടുത്ത് വേണം. സെയിം ആയില്ലെങ്കിലും ചെറിയ വ്യത്യാസമേ പാടുള്ളൂ. അതാണ് പറയുന്നത് ഷുഡ് ഹാവ് ഓൾമോസ്റ്റ് ഈക്വൽ എനർജി. ഈക്വൽ ആവണമെന്നല്ല, ഓൾമോസ്റ്റ് ഈക്വൽ എനർജി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് എന്ന് നിങ്ങൾക്ക് അതിനെ പറയാം. ഓക്കെ, പിന്നെ പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ബിഫോർ ഹൈബ്രിഡൈസേഷൻ. അതായത് പ്രൊമോഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒരു ഷെല്ലിൽ നിന്ന് ഒരു അടുത്ത ഷെല്ലിലേക്ക്, ഇപ്പം 2pക്കകത്ത് 2 ഇലക്ട്രോണേ ഉള്ളൂ എന്ന് വെച്ച് 1s ഒരു ഇലക്ട്രോണിനോട് കൊണ്ടുവന്ന് 2p3 ആക്കേണ്ട കാര്യമൊന്നുമില്ല, നിർബന്ധമില്ല. ഒരു ലോവർ എനർജി ഓർബിറ്റിൽ നിന്നും ഒരു ഹയർ എനർജി ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിനെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. പ്രൊമോഷൻ നിർബന്ധമല്ല. ചില സ്ഥലത്ത് പ്രൊമോഷൻ നടക്കാം, നമുക്ക് നോക്കാം, നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്. പിന്നെ പറയുന്നത് എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് വാലൻസ് ഷെൽ ക്യാൻ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ ഹൈബ്രിഡൈസേഷൻ അല്ലേ. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി, ഇവിടെ 2s2 കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ. എസ് ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ അല്ലേ കൊള്ളുള്ളൂ. അപ്പം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ പോലും ആ ഷെല്ലിന് അല്ലെങ്കിൽ ആ ഓർബിറ്റലിലെ ഇലക്ട്രോണുകൾക്ക് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം എന്നാണ് കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? 4 കണ്ടീഷൻ പറഞ്ഞു അല്ലേ. ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം ആർ ഹൈബ്രിഡൈസ്ഡ്. രണ്ടാമത് എന്താണ്? ഓർബിറ്റൽസ് അണ്ടർഗോയിങ് ഹൈബ്രിഡൈസേഷൻ ഷുഡ് ഹാവ് ഓൾമോസ്റ്റ് ഈക്വൽ എനർജി. മൂന്നാമത്തെ എന്താണ്? പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ബിഫോർ ഹൈബ്രിഡൈസേഷൻ. നാലാമത്തെ പോയിന്റ് എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് വാലൻസ് ഷെൽ ക്യാൻ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ ഹൈബ്രിഡൈസേഷൻ. അപ്പം 4 പോയിന്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, ഏതൊക്കെ തരത്തിൽ ഹൈബ്രിഡൈസേഷൻ നടക്കുമെന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയാലോ. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? നമുക്ക് നോക്കാം. sp3 ഹൈബ്രിഡൈസേഷൻ അല്ലേ, ഫസ്റ്റ് ടോപ്പിക് അതാണ്. sp3 ഹൈബ്രിഡൈസേഷൻ. sp3 പേര് പറയുമ്പോൾ തന്നെ അതുണ്ട്. ആരൊക്കെയുണ്ട്? ഒരു s ഉണ്ട്, 3p ഉണ്ട്, മൊത്തം എത്ര ഉണ്ട്? 4 ഓർബിറ്റലുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ sp3 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഹൈബ്രിഡൈസേഷൻ നോക്കാം. അപ്പം sp3 ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റർമിക്സിങ് 1s ഓർബിറ്റൽ ആൻഡ് 3p ഓർബിറ്റൽസ് ടു ഫോം 4 ന്യൂ ഓർബിറ്റൽസ്. അതാണ് 1s ഓർബിറ്റൽ, ഒരു s ഓർബിറ്റലും പ്ലസ് 3p ഓർബിറ്റലും കൂടെ ചേർന്ന് എത്ര sp3 ഓർബിറ്റൽ ഉണ്ടായി? 4 sp3 ഓർബിറ്റൽ ഉണ്ടായി. അതാണ് ഇമ്പോർട്ടൻറ്റ്. പറഞ്ഞില്ലേ, എത്ര ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നോ അത്രയും ഓർബിറ്റൽ, അത്രയും ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അപ്പം ഇവിടെ ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടെ ചേർന്നിട്ട് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. ആ 4 ഓർബിറ്റൽസിനും ഐഡൻറ്റിക്കൽ ഷേപ്പാണ്, ഒരേ ഷേപ്പാണ്. ഈക്വലൻ്റ് ഇൻ എനർജി, എനർജിയിൽ ഏകദേശം തുല്യതയാണ്. തുല്യമായ എനർജിയും ഒരേ ഷേപ്പും ഉള്ള 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എവിടെ ഉണ്ടായി? sp3 ഹൈബ്രിഡൈസേഷൻ പ്രകാരം ഉണ്ടായി. അപ്പം ഈ 4 അതിനെ പറയുന്ന പേരാണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടെ ചേർന്ന് എത്ര എണ്ണം ഉണ്ടായി? 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. അപ്പം ഈ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. ആ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസും ഒരു റെഗുലർ ടെട്രാഹീഡ്രൻ്റെ കോർണറുകളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. നമുക്ക് ചിത്രം ഉണ്ട് അപ്പുറത്ത്, നോക്കാം. എങ്കിലും ഞാൻ പറയാം, 4 ടെട്രാഹീഡ്രൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? VSEPR പഠിച്ചു കാണുമല്ലോ. ഇങ്ങനെയാണ് ടെട്രാഹീഡ്രൻ ഇരിക്കുന്നത് അല്ലേ. ഈ ടെട്രാഹീഡ്രൻ്റെ നിങ്ങൾ ഇമാജിനേഷൻ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിനെ ഒന്ന് ടിൽറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ കളർ എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരെണ്ണവും ഇതാ ഇങ്ങനെ ഒരെണ്ണവും ഇരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇമാജിനേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയാണല്ലോ ടെട്രാഹീഡ്രൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ടെട്രാഹീഡ്രനകത്ത് ബോണ്ട് ആംഗിൾ എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. എത്രയായിരുന്നു ഈ ബോണ്ട് ആംഗിൾ? 109 ഡിഗ്രി 28 മിനിറ്റ് അല്ലയോ? 28 മിനിറ്റ് 109 ഡിഗ്രി 28 മിനിറ്റ്. ഇതാണല്ലോ ടെട്രാഹീഡ്രനകത്തുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ
അങ്ങനെ ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസും ഒരു റെഗുലർ ടെട്രാഹീഡ്രൻ്റെ 4 കോർണേഴ്സിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഹൈബ്രിഡ് ഓർബിറ്റൽസിനകത്ത് SP3 ആണല്ലോ, അതിനകത്ത് 25% എസ് ക്യാരക്ടറും 75% പി ക്യാരക്ടറും ഉണ്ടെന്ന് പറയും. നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ അല്ലേ, മീതേൻ്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ വർക്ക് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് അറിയാവുന്ന ആളാണല്ലോ മീതേൻ, CH4 അല്ലേ. CH4 അല്ലെങ്കിൽ മീതേൻ എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിലേക്ക് 4 ഹൈഡ്രജൻ ആറ്റം വന്ന് ബോണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കാർബൺ ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ നിർമ്മിക്കും, അല്ലെങ്കിൽ കാർബൺ ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ ഫോം ചെയ്യും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാർബൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? C = അല്ലെങ്കിൽ ആറ്റമിൻ്റെ നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പം കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ഞാൻ ബോക്സ് വരച്ചെഴുതാണ് കോൺഫിഗറേഷൻ. നമുക്ക് അങ്ങനെ നോക്കാം അല്ലേ, അങ്ങനെ നോക്കാമല്ലോ. 1s 2s 2p അല്ലേ, ഇങ്ങനെയല്ലേ 1s 2s 2p. നോക്കാം. 1sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. 2sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. 2pയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അതും 2. ഓക്കെ അല്ലേ. ഇങ്ങനെയല്ലേ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓർബിറ്റിൽ വരച്ചെഴുതുന്നത്. അപ്പം 1s2 2s2 2p2. ഈ കാർബണിന് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അറിയാമോ? നമുക്ക് എന്താണ് വേണ്ടത്? 4 ഹൈഡ്രജൻ ആറ്റം വന്ന് നമ്മുടെ കാർബണിലേക്ക് ബോണ്ട് ചെയ്യണം അല്ലേ. അപ്പം 4 ഹൈഡ്രജൻ ആറ്റം വരണമെങ്കിൽ ഹൈഡ്രജൻ ഓരോ ഇലക്ട്രോണിനെ കൊണ്ടാണല്ലോ വരുന്നത്. കാർബണും എന്ത് ചെയ്യണം? ഓരോ ഹൈഡ്രജന് വേണ്ടി ബോണ്ട് ചെയ്യാൻ വേണ്ടി ഓരോ ഇലക്ട്രോണിനെ കൊടുക്കണം. ഇവിടെ നോക്കിയപ്പം നമുക്ക് ഫിൽഡായിട്ടുള്ള ഒരു ഓർബിറ്റലുണ്ട്, ഫിൽഡ് അല്ലാത്തൊരു ഓർബിറ്റൽ S ഉണ്ട് P ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ SP3 ഹൈബ്രിഡൈസേഷൻ അനുസരിച്ച് ഒരു S ഓർബിറ്റലും ഈ 3 P ഓർബിറ്റലും കൂടെ അങ്ങ് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ഒരു വേക്കൻ്റ് ഓർബിറ്റലാണ് അല്ലേ. വേക്കൻ്റ് ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷന് പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്നൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇവിടുന്നൊരു ഇലക്ട്രോൺ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് ഈ ഓർബിറ്റിലേക്ക് വരും അല്ലേ. ഈ 2s നിന്ന് 2pയിലേക്ക് വരും. ഇപ്പം എന്തായി? ഒരു S ഓർബിറ്റൽ, 3 P ഓർബിറ്റൽ, എല്ലാത്തിനകത്തും ഹാഫ് ഫിൽഡ്, എല്ലാത്തിനകത്തും ഓരോ ഇലക്ട്രോൺ വീതം ഉണ്ടല്ലേ. അപ്പം ഈ ഒരു S ഓർബിറ്റലും 3 P ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാമോ? 1 2 3 4 1 2 3 4 4 SP3 ഓർബിറ്റലുകൾ ഇവിടെ ഉണ്ടാകും. SP3 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 SP3. അപ്പം ആ 4 ഓർബിറ്റലിലേക്കും ഒരു ഇലക്ട്രോൺ, രണ്ടാമത്തെ ഇലക്ട്രോൺ, മൂന്നാമത്തെ ഇലക്ട്രോൺ, നാലാമത്തെ ഇലക്ട്രോൺ. അപ്പോൾ ഒരു എസും 3 പിയും കൂടെ ചേർന്ന് 4 SP3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. ഈ 4 SP3 ഹൈബ്രിഡ് ഓർബിറ്റൽസും എന്താണ്? ഇക്വലൻ്റ് ഇൻ എനർജിയും ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പുമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഈ ടെട്രാഹീഡ്രൻ്റെ 4 കോർണേഴ്സിലേക്ക് പോകും. അവരെയാണ് നിങ്ങൾ ഈ കണ്ടേക്കുന്നത്, കണ്ടോ? ഒരു SP3, രണ്ടാമത്തെ SP3, മൂന്നാമത്തെ SP3, നാലാമത്തെ SP3. ഈ 4 SP3യിലും ഓരോ ഇലക്ട്രോണും ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ വരയ്ക്കുവാണെങ്കിൽ ഒരു SP3 ഇങ്ങോട്ട് പോകും, ഒരു SP3 ഇങ്ങോട്ട് വരും, ഒരു SP3 ഇവിടെ നിൽക്കും, ഒരു SP3 ഇവിടെ നിൽക്കും. എല്ലായിടത്തും ഓരോ ഇലക്ട്രോൺ വീതം ഉണ്ട്. അതുമായിട്ട് ആര് വന്ന് ബോണ്ട് ചെയ്യും? ഹൈഡ്രജൻ വന്നിട്ട് ഈ ഓരോ SP3യിലേക്കും ഹൈഡ്രജൻ വന്നിട്ട് ബോണ്ട് ചെയ്യും. ഓരോ SP3യിലേക്കും ഹൈഡ്രജൻ വന്നിട്ട് ബോണ്ട് ചെയ്യും. മനസ്സിലായോ? അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓൾറെഡി ഒരു ഇലക്ട്രോൺ കൊണ്ടല്ലേ ഹൈഡ്രജൻ വരുന്നത്. അപ്പോൾ രണ്ടുപേരോട് ചേർന്ന് ഇവിടെ ഒരു ബോണ്ട്. അങ്ങനെ 1 2 3 4 ബോണ്ടുകളുണ്ടായി. അങ്ങനെയാണ് മീഥേൻ ഉണ്ടാവുന്നത്. ഇതാണ് SP3 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഒരു S ഓർബിറ്റിലും 3 P ഓർബിറ്റിലും ചേർന്ന് 4 SP3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അവരെല്ലാം ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പ്, ഒരേ ഷേപ്പാണ്. ഇക്വലൻ്റ് ഇൻ എനർജി. ഇത് നോക്കിക്കേ, ഒരു S ഓർബിറ്റലും 3 P ഓർബിറ്റലും ചേർന്ന് 4 SP3 ഓർബിറ്റൽ ഉണ്ടായില്ലേ അല്ലേ. അപ്പോൾ ഒരു എസും 3 P ആണല്ലേ. നമ്മൾ പെർസെൻറ്റേജ് എടുത്താലോ, ആകെ മൊത്തം 4 ഓർബിറ്റലുണ്ട്. അതിൽ ഒരെണ്ണം S ഓർബിറ്റൽ. അപ്പോൾ 1/4 എന്ന് വെച്ചാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 25% അല്ലേ. ഇനി P ഓർബിറ്റൽ എത്ര ഉണ്ട്? മൊത്തം 4നകത്ത് 3 P ഓർബിറ്റലുണ്ട്.
ഈക്വൽ ടു 75% അല്ലേ? അതുകൊണ്ട് തന്നെ 25% എസ് ക്യാരക്ടറും 75% പി ക്യാരക്ടറുമാണ് sp3 ഹൈബ്രിഡൈസേഷനകത്തുള്ളത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? മീഥെയ്ൻ ഫോം ചെയ്യുന്ന മനസ്സിലായില്ലേ? sp3 ഹൈബ്രിഡൈസേഷൻ ഇനി മറക്കുമോ? മറക്കരുത്. എക്സാമിന് കാര്യമായിട്ട് ചോദിക്കും. വളരെ വളരെ ശ്രദ്ധിച്ച് ഏറ്റവും നന്നായിട്ട് നിങ്ങളത് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് sp3 കഴിഞ്ഞു. ഇനി sp2 ഹൈബ്രിഡൈസേഷൻ നോക്കിക്കളയാം. എന്താണ് sp2 ഹൈബ്രിഡൈസേഷൻ? ഒരു എസ് ഓർബിറ്റിലും 2 പി ഓർബിറ്റിലും ചേർന്ന് 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഉണ്ടാവും. പഴയ പോലെ തന്നെ ഈ 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽസും നേരത്തെ ടെട്രാഹൈഡ്രൻ്റെ 4 കോർണർ ആണെങ്കിൽ ഇവിടെ 3 എണ്ണമേ ഉള്ളൂ അല്ലേ? 3 എണ്ണത്തിൻ്റെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഫോർമേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് എന്ന് പറയുമ്പോൾ ട്രൈഗണൽ പ്ലെയിനാർ എന്ന് പറയും. ട്രൈഗണൽ പ്ലെയിനാർ, അതായത് നമുക്കിങ്ങനെ ഒന്ന് ഇങ്ങനെ ട്രൈഗണൽ പ്ലെയിനാർ, ഒരു വശം, രണ്ടാമത്തെ കോർണർ, മൂന്നാമത്തെ കോർണർ. ഈ 3 കോർണറിലായിട്ട് എന്ത് ചെയ്യും? 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പം ഇതിൻ്റെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഈസ് പ്ലെയിനാർ ആണ്. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ഇവിടെ എല്ലാം 120, 120, 120. നിങ്ങൾക്ക് ട്രൈഗണൽ പ്ലെയിനാർ പെട്ടെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഫാൻ ആലോചിച്ചാൽ ഫാൻ്റെ ലീഫ് കണ്ടില്ലേ? 120 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ആ ട്രൈഗണൽ പ്ലെയിനാർ ആണ്. ഓക്കെ, അപ്പോൾ ട്രൈഗണൽ പ്ലെയിനാർ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഈ sp2 ഹൈബ്രിഡൈസേഷനകത്ത് ആരൊക്കെയുണ്ട്? ഒരു എസും 2 പി ഓർബിറ്റലും അല്ലയോ? sp2 എന്നല്ലേ? അല്ലെങ്കിൽ ഇത് നമുക്ക് മായ്ക്കാം. നമുക്കിത് വേണ്ട, ഇതങ്ങ് പോട്ടെ. ഒരു എസും പ്ലസ് 2 പിയും കൂടെ അല്ലേ? അപ്പോൾ എന്തായി? ഒരു എസ് 2 പിയും കൂടെ ചേർന്ന് 3 sp2 ഓർബിറ്റൽ ഉണ്ടായല്ലോ. ഇവിടെ ഒരു എസ് എന്ന് പറയുമ്പം ആകെ മൊത്തം 3 ഓർബിറ്റൽ ഉണ്ടാവും. അതിൽ ഒരെണ്ണം എസ്. അതായത് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ എത്രയായി? 33.3%. 33.3% വരിക അല്ലേ? 33.3% അല്ലേ വരിക? ബാക്കി 2 പിയുടെ എടുത്താലോ? 2/3. മൊത്തം 3 ഓർബിറ്റൽ, അതിനകത്ത് 2 പി ഓർബിറ്റൽ. അപ്പം 66.6% പി ക്യാരക്ടറും വരും. എസ് ക്യാരക്ടർ 33.3, സോറി പി അല്ലല്ലോ, ഇവിടെ എസ് അല്ലേ നമ്മൾ എഴുതേണ്ടത്? എസ്. അപ്പം എസ് ക്യാരക്ടർ 33.3%, പി ക്യാരക്ടർ 66.6% വരും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുമല്ലോ. വന്നു എക്സാമ്പിൾ. ഏതാ മോളിക്യൂള്? BCl3. ബെറിലിയം ട്രൈ ക്ലോറൈഡ്. നമുക്ക് നോക്കാം. ബെറിലിയം അല്ല, ബോറോൺ മറക്കരുത്. അറ്റോമിക് നമ്പർ, ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് നമ്പർ പഠിക്കണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 15-20 എലമെൻറ്റുകളുടെയെങ്കിലും, പ്രത്യേകിച്ച് പ്ലസ് 2 ആകുമ്പോൾ 30 എലമെൻറ്റിൻ്റെയെങ്കിലും അറ്റോമിക് നമ്പർ അനുസരിച്ച് പഠിച്ചു വെക്കണം. അത് നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, എന്തായാലും ബോറോൺ എന്ന് പറയുമ്പോൾ ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ബോറോൺ എന്ന് പറയുമ്പം അറ്റോമിക് നമ്പർ 5 ആണല്ലേ? കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? 1s2 2s2 2p1 ആണ് അല്ലേ? 1s2 2s2 2p1. ഓർബിറ്റൽ വൈസ് നമുക്ക് എഴുതി നോക്കാം. 1s 2s 2p 1s2 2s2 2p1 അല്ലേ? ഇങ്ങനെയാണ് നിൽക്കുന്നത് ശരിക്കും അല്ലേ? അത് നമുക്ക് എന്താണ്? ഒരു ബോറോണിനകത്തോട്ട് 3 ക്ലോറിൻ ആറ്റം വരും അല്ലേ? അപ്പം 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഈ എസ്സിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോൺ പിയിലേക്ക് പോകും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചേഞ്ച് ആവുന്നത്? എങ്ങനെയാ? ഇവിടുത്തെ ഒരാളങ്ങ് മാറും അല്ലേ? അതായത് ഇവിടെയുള്ള ഒരാൾ എവിടെ പോവും? ഇവിടെ പോവും. എസ് നിന്ന് പിയിലേക്ക് വരും. അപ്പോൾ എസ് നിന്ന് പിയിലേക്ക് വരുമ്പോഴോ ഒരു എസ് ഓർബിറ്റലും 2 പി ഓർബിറ്റലും കൂടെ ചേർന്ന് 3 sp3 ഓർബിറ്റൽ ഉണ്ടാവും. sp3 അല്ല, sp2. ഒരു എസ് ഓർബിറ്റലും 2 പി ഓർബിറ്റലല്ലേ ചേരുന്നത്. അപ്പോൾ sp2 3 sp2 ഓർബിറ്റൽ ഉണ്ടായി. ഒരു ഇലക്ട്രോൺ, മറ്റേ ഇലക്ട്രോൺ, മൂന്നാമത്തെ ഇലക്ട്രോൺ. 3 ഇലക്ട്രോണും വന്നല്ലോ. അപ്പം 3 sp2 ഓർബിറ്റൽ ഉണ്ടായി, 3 ഇലക്ട്രോൺ വന്ന് ഫില്ലായി. അപ്പം ഈ 3 ഓർബിറ്റലുകൾ എന്ത് ചെയ്യും? ഒരു
ട്രൈഗണൽ പ്ലെയിനർ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്ക് പോയി നിൽക്കുമെന്നാണ് പറയുന്നത് അല്ലേ. ഇങ്ങനെ ഒരെണ്ണം പോവും, ഇങ്ങനെ ഒരെണ്ണം പോവും, ഇങ്ങനെ ഒരെണ്ണം പോവും, 3 എണ്ണം പോവും. അവർക്ക് എന്തുകൊണ്ട് ഓരോ ഇലക്ട്രോൺ വീതം അവരുടെ കയ്യിലുണ്ട്. ക്ലോറിൻ വരുമോ? ക്ലോറിൻ ആരെ കൊണ്ടാണ് വരുന്നത്? ക്ലോറിൻ വേറെ ഒരു ഇലക്ട്രോണിനെ കൊണ്ട് വരും. ക്ലോറിൻ ഇലക്ട്രോണിനെ കൊണ്ടുവന്ന് അവിടെ ബോണ്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ക്ലോറിൻ്റെ പി ഓർബിറ്റിൽ പി ഓവർലാപ്പിംഗ് അവിടെ വരച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പം പിന്നെ ഹൈഡ്രജൻ ആണ്ട് എസ് ഓർബിറ്റിൽ നമ്മൾ വട്ടത്തിലാണ് വരച്ചത്. ഇവിടെ ക്ലോറിനാണ് പി ഓർബിറ്റിലാണ് വാലൻസ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. മനസ്സിലായോ? ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ട്. അപ്പോൾ പി ഓർബിറ്റിൽ വന്നിട്ട് പി ഓവർലാപ്പിംഗ് നടത്തിയ ചിത്രമാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ബോണ്ട് ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇതിനകത്ത് എസ് ക്യാരക്ടർ എത്രയാണ്? 33.3 ആണ്. പി ക്യാരക്ടർ എത്രയാണ്? 66.6 ആണ്. അപ്പോൾ അടുത്ത് നോക്കാം. sp2 നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് sp ഹൈബ്രിഡൈസേഷൻ നോക്കാം. sp ഹൈബ്രിഡൈസേഷൻ sp സിമ്പിൾ ആണല്ലേ, ഒരു എസും ഒരു പിയും ചേർന്ന് എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 2 sp ഓർബിറ്റൽ ഉണ്ടാവും. നോക്കിക്കേ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് 1 s ഓർബിറ്റൽ ആൻഡ് 1 p ഓർബിറ്റൽ ടു ഫോം 2 new orbitals having equivalent energy and identical shape. Okay, the 2 new orbitals formed are called sp hybrid orbitals. They are directed in a line. അല്ലേ, 2 ഓർബിറ്റലേ ഉള്ളൂ ഇവിടെ. 2 ഓർബിറ്റലിനകത്ത് ഇലക്ട്രോൺസ് ഏറ്റവും ദൂരം നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ ലീനിയർ ആയിരിക്കണം. ഒരാൾ അങ്ങോട്ടും പോവും, ഒരാൾ ഇങ്ങോട്ടും പോവും. അങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്കെ, ബോണ്ട് ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി അല്ലേ. ഒരു ലീനിയർ ആയിട്ടൊരു സംഗതി നമ്മളിപ്പോൾ നോക്കാം. എക്സാമ്പിൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചേക്കാം. എന്താ വരുന്നത്? ഇവിടെ 2 ഓർബിറ്റലാണ്. അങ്ങോട്ടൊരു ഓർബിറ്റിലും അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ എക്സാമ്പിൾ തന്നെ നോക്കാം, കുറച്ചുകൂടെ ക്ലാരിറ്റി ആവട്ടെ. എന്തായാലും അത് 180 ഡിഗ്രിയിൽ നിൽക്കും. പിന്നെ നോക്കിക്കേ, ഈച്ച് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാസ് 50% എസ് ക്യാരക്ടർ ആൻഡ് 50% പി ക്യാരക്ടർ. സംശയമില്ലല്ലോ, sp ഒരു എസും ഒരു പിയും ഈക്വൽ കോൺട്രിബ്യൂഷൻ 50%. നോക്കാം, കണ്ടോ? BeCl2 ആ എക്സാമ്പിൾ. ബി ആരാണ്? ബി ബെറിലിയം. ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4. അപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെ? 1s2 2s2 ഓർബിറ്റ് എഴുതി കഴിഞ്ഞാൽ 1s 2s. നമുക്ക് കുറേ ആളിനോട് വേണ്ടേ? sp വേണ്ടേ? അതുകൊണ്ട് പിയും കൂടെ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ 1s 2s 2p 1s2 സെറ്റായിട്ടിരിക്കുകയാണ് അവിടെ. അതൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആരാ ഉള്ളത്? 2s ആണ്. 2s ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ 1s2 2s2 ആണ്. നമുക്കിവിടെ sp ഹൈബ്രിഡൈസേഷനാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ എസ്സിൽ നിന്ന് പിയിലേക്ക് മൂവ് ചെയ്യും. ഒരു ഇലക്ട്രോൺ 2s ഓർബിറ്റലിൽ നിന്ന് 2p ഓർബിറ്റലിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, 2p ഓർബിറ്റലിലേക്ക് മൂവ് ചെയ്യിക്കാം. മൂവ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇയാൾ എങ്ങനെ ഇരിക്കും? ഇവിടെ ഒരാളായി, ഇവിടെ അടുത്ത ആളായി. അപ്പോൾ ഒരു എസും ഒരു പിയും കൂടെ ചേർന്നിട്ട് എന്തുണ്ടാവും? 2 sp ഓർബിറ്റൽ ഉണ്ടാവും. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. ഓക്കെ ആണോ? ഇലക്ട്രോൺസ് ഫിൽഡ് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, 2 sp ഓർബിറ്റലും ഇക്വലൻ്റ് എനർജി ആയിരിക്കും, ഐഡൻറ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. കണ്ടോ? 2 sp ഓർബിറ്റലിലും ഇക്വലൻ്റ് എനർജിയും ഐഡൻറ്റിക്കൽ ഷേപ്പും. അവർ രണ്ടുപേരും നിൽക്കുന്നത് കണ്ടോ? 180 ഡിഗ്രിയിലാണ്, ലീനിയർ ആയിട്ട് നിൽക്കുകയാണ്. ഒരു sp ഓർബിറ്റൽ ഇങ്ങോട്ടാണെങ്കിൽ ഒരു sp ഓർബിറ്റൽ അങ്ങോട്ട് നിൽക്കും. അപ്പം ഇതിനകത്തോട് ക്ലോറിൻ ഇലക്ട്രോണിനെ കൊണ്ടൊരു നേരത്തെ sp2 പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും? ഒരെണ്ണം ഇങ്ങോട്ടാണെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് നിൽക്കും. ക്ലോറിൻ ഇലക്ട്രോണിനെ കൊണ്ടുവരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ 2 sp ഓർബിറ്റൽ ഉണ്ടായി ബെറിലിയത്തിനകത്ത്. ആ 2 sp ഓർബിറ്റലും ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്തിട്ട് 2 ബോണ്ടുകൾ ഉണ്ടാക്കി. അങ്ങനെയാണ് BeCl2 എന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ്. ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp ആണ്. ഇതിനകത്ത് ഇനി എസ് ക്യാരക്ടർ 1s ഒരു പിയും കൂടെ ചേർന്ന് 2 sp അല്ലേ ഉണ്ടായത് അല്ലേ? അപ്പോൾ അതിനകത്ത് എസിൻ്റെ കോൺട്രിബ്യൂഷൻ എത്ര? ഒരെണ്ണം. 2ൽ ഒരു ഓർബിറ്റിൽ sp ആണല്ലോ, 50% ആണല്ലോ എസ് ക്യാരക്ടർ. അന്നേരം അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഇനി പി എങ്ങനെ? 2നകത്ത് ഒരെണ്ണം പി ഉണ്ടല്ലേ, അതും 50% ആണല്ലോ, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ sp ഹൈബ്രിഡൈസേഷൻ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ഹൈബ്രിഡൈസേഷൻ പഠിക്കാം. അടുത്ത ഹൈബ്രിഡൈസേഷൻ എന്താ? sp3d അല്ലേ? sp3d. അപ്പോൾ എന്തായി? sp3d എന്ന് പറഞ്ഞാൽ എന്താ? ഒരു s ഓർബിറ്റൽ, 3 p ഓർബിറ്റൽ, 1 d ഓർബിറ്റൽ അല്ലേ? Process of intermixing of 1s orbital, 3 p orbitals and 1 d orbital to form 5 new orbitals.
ഒരു എസ് 3 പി 1 ഡി 5 ഓർബിറ്റിലായല്ലേ 5 ഓർബിറ്റിൽ 5sp3d ഓർബിറ്റിൽ ഉണ്ടാവും ആ 5sp3d ഓർബിറ്റിൽ എന്തായിരിക്കും ഇക്വലൻ്റ് ഇൻ എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പ് എന്നാൽ അവരെന്ത് ചെയ്യും ആ 5 ഓർബിറ്റലുകളും ഒരു ട്രൈഗണൽ ബൈപിരമിഡിൻ്റെ 5 കോർണറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും അല്ലേ നമുക്ക് ആംഗിളൊക്കെ നോക്കാം 120 ഡിഗ്രി 90 ഡിഗ്രി ഒക്കെ നമുക്ക് എക്സാമ്പിൾ നോക്കാം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ എന്താ സംഭവിക്കുന്നത് 5 കോർണർ ഓഫ് എ അല്ലെങ്കിൽ ദിസ് sp3d orbitals are directed towards 5 corners of a regular trigonal bipyramid okay എക്സാമ്പിൾ കണ്ടോ ആരാണ് ഇവിടെ നോക്കുന്നത് PCl5 ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് PCl5 ആണല്ലേ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് ആണ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ആ PCl5 ഒന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് PCl5 ഫോസ്ഫറസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ 15 അപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെ നമ്മൾ എഴുതുന്നത് നമുക്ക് എന്ത് വേണം 3s പോരെ തേർഡ് ഷെല്ലിലെ ഓർബിറ്റൽസ് പോരെ നമുക്ക് 1s2 2s2 2p അത്രയും വേണോ വേണ്ടല്ലോ 3s എടുക്കാം 3s 3p 3 അല്ല കോൺഫിഗറേഷൻ പ്രിൻസിപ്പൽ കോർഡിനേറ്റ് നമ്പർ n = 3 ആകുമ്പോൾ അവിടെ ഏതൊക്കെ ഓർബിറ്റിൽ വരാം എല്ലിൻ്റെ വാല്യൂ എത്രയൊക്കെ വരാം l = n-1 അല്ലേ l = 0 to n-1 അല്ലേ അപ്പോൾ ഏതൊക്കെ വരാം s ഓർബിറ്റിൽ വരാം p ഓർബിറ്റിൽ വരാം d ഓർബിറ്റിൽ വരാം അല്ലേ ഇപ്പോൾ d ഓർബിറ്റിൽ ഞാൻ വരയ്ക്കുകയാണേ നമുക്ക് കുറച്ച് സ്ഥലം വേണം അല്ലേ d ഓർബിറ്റിലും കൂടെ വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ സ്ഥലം നമുക്ക് വേണം നമുക്ക് നോക്കാം നമുക്ക് വരയ്ക്കാം ഓക്കെ ഇവിടെ 3s 3p 3 2 3 4 3d അല്ലേ 3s 3p 3d ആയല്ലോ 3s 3p 3d ഇനി ഫോസ്ഫറസിനകത്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് പറഞ്ഞാട്ടെ 3sനകത്ത് എത്ര വരും 3s2 വരുമോ വരും 3p എങ്ങനെയാ 3p3 അല്ലേ 3s2 3p3 അല്ലേ ഫോസ്ഫറസിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p3 അല്ലേ അപ്പോൾ 3p3 ആണ് അപ്പോൾ ഇതാണ് ഫോസ്ഫറസിൻ്റെ സാധാരണഗതിക്കുള്ള കോൺഫിഗറേഷൻ ഇവിടെ സംഭവിക്കുന്നത് എന്താ 5 ക്ലോറിൻ ആറ്റോ PCl5 എന്ന് പറയുമ്പോൾ 5 ക്ലോറിൻ ആറ്റോമായിട്ട് ഫോസ്ഫറസ് ബോണ്ട് ചെയ്യുക 5 ഓർബിറ്റിൽ വേണം ഇവിടെ എത്ര ഉണ്ട് ഒരു ഓർബിറ്റിൽ ഫുൾഫിൽഡ് ആണ് ബാക്കി ഓർബിറ്റിൽ ഹാഫ് ഫില്ലായിട്ട് നിൽക്കുകയാണ് ഇവിടെ 4 ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടുന്ന് ഒരാളെ എക്സൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുപോകണം ശരിയല്ലേ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനല്ലേ അപ്പോൾ എന്താവും ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടെ വരും അല്ലേ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ അങ്ങ് കുറയുകയും ചെയ്യും ഓക്കെ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കുറയും ഇവിടെ ഇലക്ട്രോൺ വരും അപ്പോൾ എത്രയായി ഒരു s ഓർബിറ്റൽ ആണോ 3 p ഓർബിറ്റലുണ്ടോ ഒരു d ഓർബിറ്റലുണ്ടോ 1 3 4 1 5 അപ്പം sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ ഇവിടെ 1 2 3 4 5 sp3d ഇവിടെ sp3d ഇവിടെ sp3d ഇവിടെ sp3d ഇവിടെ sp3d 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇവിടെ ഫോം ചെയ്യാണ് ഈ 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസും ഒരു ട്രൈഗണൽ ബൈപിരമിഡിൻ്റെ 5 കോർണറിലേക്ക് പോകണം എങ്ങനെയാണ് ട്രൈഗണൽ ബൈപിരമിഡ് നമ്മൾ വരയ്ക്കാറ് ഇങ്ങനെ വരയ്ക്കും ഇങ്ങനെ വരയ്ക്കും ഇങ്ങനെ വരയ്ക്കും ഇങ്ങനെ വരയ്ക്കും ഇങ്ങനെ വരയ്ക്കും അല്ലേ അതായത് 3 ഇക്വറ്റോറിയൽ ബോണ്ടുകളും 2 ആക്സിയൽ ബോണ്ടുകളും ഉണ്ടാവും ഒരു ട്രൈഗണൽ ബൈപിരമിഡിനകത്ത് 3 ഇക്വറ്റോറിയൽ ബോണ്ടുകളും 2 ആക്സിയൽ ബോണ്ടുകളും ഉണ്ടാവും അവിടെ ഇക്വറ്റോറിയൽ ആംഗിൾ എത്ര 120 ഡിഗ്രി മറ്റേ ആക്സിലിൻ്റെ എത്ര 90 ഡിഗ്രി അല്ലേ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇക്വറ്റോറിയൽ 120 ഡിഗ്രി ആക്സിലാവുമ്പോൾ 90 ഡിഗ്രി അല്ലേ അങ്ങനെയല്ലേ വന്നിരിക്കുന്നത് PCl5നകത്തെ ഫോസ്ഫറസിനകത്തെ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസും 5 കോർണേഴ്സിലേക്ക് പോയില്ലേ 1 2 3 4 5 പോയില്ലേ ആ ഓരോ കോർണറിലുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓരോ ഇലക്ട്രോണും അവർക്കുണ്ടല്ലേ ഇലക്ട്രോൺ നമ്മൾ വരച്ചില്ല ഇലക്ട്രോൺ 1 2 3 4 5 ഇലക്ട്രോൺ അല്ലേ 1 2 3 4 5 അല്ലേ 5 വന്നു സെറ്റായില്ലേ അപ്പോൾ ആ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽസ് 5 എണ്ണം 5 കോർണേഴ്സിലേക്ക് പോകുന്നു ആ ഓരോ ഓർബിറ്റൽസിലേക്കും ക്ലോറിൻ വരുന്നു ക്ലോറിൻ ഒരു ഇലക്ട്രോണായിട്ട് വരുന്നു അവർ ബോണ്ട് ഫോം ചെയ്യുന്നു PCl5 എന്ന് പറഞ്ഞ മോളിക്യൂളോടെ ഫോം ചെയ്തു ഷേപ്പ് എന്താണ് ട്രൈഗണൽ ബൈപിരമിഡ് അപ്പം sp3d ഹൈബ്രിഡൈസേഷൻ മനസ്സിലായോ
വ്യക്തമായിട്ട് മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? sp3d കഴിഞ്ഞിട്ട് sp3d2 ഹൈബ്രിഡൈസേഷനിലേക്ക് പോവാം. sp3d2 ഹൈബ്രിഡൈസേഷൻ പേര് പറയുന്ന പോലെ തന്നെ sp3d2 ഒരു എസ് 3p 2d ഓർബിറ്റൽ കൂടെ ചേർന്ന് 6 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, 6 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ 6 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസും കൂടെ എന്ത് ചെയ്യും? ഒരു ഒക്ടാഹീഡ്രണിന്റെ 6 കോർണറിലേക്ക് പോയി നിൽക്കും. അങ്ങനെ പറയാം, ഒക്ടാഹീഡ്രൺ 6 വശമുള്ളതാണ് അല്ലേ, അതിൻ്റെ 6 കോർണറിലേക്ക് പോയി നിൽക്കും. ആര് പോയി നിൽക്കും? ഈ പുതുതായിട്ടുണ്ടായ ഹൈബ്രിഡ് ഓർബിറ്റൽസ് പോയി നിൽക്കും. ഓക്കെ, എങ്ങനെയാ നമുക്ക് നോക്കാം, എക്സാമ്പിൾ വഴി നോക്കാം. എക്സാമ്പിൾ എന്താ? ഈ sp3 ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിൾ എന്താ? SF6 ആണ് അല്ലേ, SF6 ആണ്. SF6 ഒരു സൾഫർ ആറ്റം 6 ഫ്ലൂറിൻ ആറ്റം അല്ലേ, ഒരു സൾഫർ ആറ്റത്തിനോടുകൂടി 6 ഫ്ലൂറിൻ ആറ്റം കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. സൾഫറിൻ്റെ കോൺഫിഗറേഷൻ ഫോസ്ഫറസ് കഴിഞ്ഞ സൾഫറാണ്. സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 16 ആണ്, 16 ആണ്. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ കോൺഫിഗറേഷൻ? വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ? 3s2 3p4 അല്ലേ, അതല്ലേ? സൾഫർ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 16 ആണ്. 3s2 3p4. നമുക്ക് ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഇവിടെ എഴുതാം. 3s 3p 1 2 3 4 3d 3s 3p 3d 3s2 3p 1 2 3 4 3p4 അല്ലേ, 3s2 3p4 ആണ്. പക്ഷെ നമുക്കിവിടെ എന്ത് വേണം? 6 ഹൈബ്രിഡ് ഓർബിറ്റൽ വേണം. അപ്പോൾ sp3d2 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ആകെ എത്ര പേരുണ്ട്? 1 2 3 4 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ ഇവിടെ കൊണ്ടുപോകാമല്ലോ. കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? കൊണ്ടുപോകാൻ പറ്റും. ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ഒരു SC ഒരാളെ കൊണ്ടുവരാൻ ഡിയിലോട്ട്, 3s ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് കൊണ്ടുവരാം, 3p ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഫൈനലി എങ്ങനെയാവും സിറ്റുവേഷൻ? ഈ സിറ്റുവേഷൻ ഇവിടെ മാറിയിട്ട് ഇവിടെയും മാറിയിട്ട് എങ്ങനെയാവും? എങ്ങനെയായി ചിത്രം വരിക? ഒരു ഇലക്ട്രോൺ ഇവിടെ, ഒരു ഇലക്ട്രോൺ ഇവിടെ, ഒരു ഇലക്ട്രോൺ മാത്രം ഇവിടെ, ഒരു ഇലക്ട്രോൺ ഇവിടെ, ഇലക്ട്രോൺ ഇവിടുന്ന് ഒരെണ്ണം വന്നു, ഇവിടുന്ന് ഒരെണ്ണം വന്നു. അപ്പോൾ എന്തായി മൊത്തത്തിൽ? ഒരു എസ് 3p 2d എല്ലാം കൂടെ ചേർന്നിട്ട് എത്ര sp3 ഓർബിറ്റൽ ഉണ്ടാവും? 1 2 3 4 5 6 എണ്ണം അല്ലേ. ഇത് sp3d അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു sp3d എന്നായിരിക്കും. sp3d അല്ല, sp3d2. ഒരു sp3d2 2 sp3d2 3 sp3d2 4 sp3d2 5 sp3d2 6 sp3d2 6 sp3d2 ഓർബിറ്റൽസ് അവിടെ ഉണ്ടാവും. 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവിടെ ഉണ്ടാവും. ഈ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ത് ചെയ്യും? ഒരു റെഗുലർ ഒക്ടാഹീഡ്രൻ്റെ 6 കോർണേഴ്സിലേക്ക് പോയി സിറ്റുവേറ്റ് ചെയ്യും. ഒക്ടാഹീഡ്രൺ നമ്മൾ ഏകദേശം എങ്ങനെയാണ് വരയ്ക്കുക? ഇങ്ങനെയാണ് വരയ്ക്കുക. ഇങ്ങനെ വരച്ച് 1 2 3 4 അല്ലേ, ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇത് 4 എണ്ണം ഒരു പ്ലെയിനിലായിരിക്കും. ഒരെണ്ണം മേളിലേക്ക്, ഒരെണ്ണം താഴേക്കും, ഒരെണ്ണം മേളിലേക്ക്, ഒരെണ്ണം താഴേക്കും. നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ വ്യക്തമായിട്ട് വരയ്ക്കാം. സെറ്റായില്ലേ? അപ്പോൾ ഒരു ഒക്ടാഹീഡ്രൻ്റെ 6 കോർണേഴ്സിലേക്ക് ആര് പോവും? sp3d2 ഓർബിറ്റൽസ് പോയി സിറ്റുവേറ്റ് ചെയ്യും. അതിനകത്തോട്ട് ഫ്ലൂറിൻ വന്ന് ഫ്ലൂറിൻ്റെ p ഓർബിറ്റിൽ വന്നിട്ട് sp3d2 ഓർബിറ്റലിലേക്ക് ഓവർലാപ്പിംഗ് നടത്തും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? SF6 എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടാവുന്നത്. കണ്ടോ? ആംഗിൾ കണ്ടോ? 90 ഡിഗ്രി അല്ലേ? ഒക്ടാഹീഡ്രനകത്ത് 90 ഡിഗ്രി ആംഗിൾ അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പോൾ അങ്ങനെ എന്തായി? ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ ഓഫ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ SF6 നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷൻ നമ്മൾ കണ്ടു. നമ്മൾ ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ കണ്ടു? sp3 ഹൈബ്രിഡൈസേഷൻ കണ്ടു, sp2 കണ്ടു, sp കണ്ടു, sp3d ഹൈബ്രിഡൈസേഷൻ കണ്ടു, sp3d2 ഹൈബ്രിഡൈസേഷൻ കണ്ടു. ഓരോ ഹൈബ്രിഡൈസേഷൻ്റെയും പ്രത്യേകത എന്താണ്? sp3കകത്ത് ഒരു എസും 3 പിയും കൂടെ ചേർന്ന് 4 sp3 ഓർബിറ്റൽ. രണ്ടാമത്തെ sp2 എന്താണ്? ഒരു എസും 2 പിയും കൂടെ ചേർന്ന് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. sp ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഒരു എസും 1 പിയും കൂടെ ചേർന്ന് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ. sp3d ആവുമ്പോൾ ഒരു എസും 3 പിയും 2 ഡിയും 1 ഡിയും കൂടെ ചേർന്ന് 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ്.
അവസാനം പറഞ്ഞ sp3d2-നകത്തോ ഒരു എസും 3 പിയും 2 ഡി ഓർബിറ്റിലും കൂടെ ചേർന്നിട്ട് 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ഇത് അതത് ജോമെട്രിക്കൽ ഷേപ്പുകളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ sp3 ആണെങ്കിൽ ടെട്രാഹീഡ്രൺ അല്ലെ sp2 ആകുമ്പോൾ ലീനിയർ എന്ന് പറയുന്ന പോലെ ഓരോ ജോമെട്രിക്കൽ എൻറ്റിറ്റി ഓരോ ഷേപ്പാണ് ഉണ്ടാകുന്നത്, അല്ലെ ഓരോ ഹൈബ്രിഡൈസേഷൻ അനുസരിച്ച് ഓരോ ഷേപ്പ് ഉണ്ടാകും. അപ്പോൾ ഓർബിറ്റൽസ് അവിടെ പോയി സിറ്റുവേറ്റ് ചെയ്യും, പിന്നെ ബോണ്ട് ഫോം ചെയ്യും. ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഹൈബ്രിഡൈസേഷൻ്റെ തിയറി. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് +1 കെമിസ്ട്രിയിലെ. എല്ലാവരും വ്യക്തമായിട്ട് ഇത് പഠിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മുടെ ഈ വീഡിയോ, ഈ ഹൈബ്രിഡൈസേഷനെ പറ്റിയുള്ള ട്യൂട്ടേഴ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനലിലെ വീഡിയോസ് നല്ലതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.